വേനലിൽ ചുട്ടുപൊള്ളിയിടുക്കി ഈ വർഷത്തെ ജില്ലയിലെ ഏറ്റവും ഉയർന്ന താപനില ഇന്ന് തൊടുപുഴയിൽ രേഖപ്പെടുത്തി. 41 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തൊടുപുഴയിൽ രേഖപ്പെടുത്തിയത്. ജില്ലയിലെ മറ്റു 2 പ്രധാന പട്ടണങ്ങളിലെല്ലാം 36 ഡിഗ്രി സെൽഷ്യസ് താപനില അനുഭവപ്പെട്ടു. കുമളിയിലും മൂന്നാറിലുമാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ ചൂട് അനുഭവപ്പെട്ടത്. 31 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടങ്ങളിലും ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനില ഇന്ന് തൊടുപുഴയിലാണ് രേഖപ്പെടുത്തിയത്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടത്. ഇതേസമയം പ്രധാന പട്ടണങ്ങളായ കട്ടപ്പന, പീരിമേട്, ജില്ലാ ആസ്ഥാനമായ ചെറുതോണി, നെടുങ്കണ്ടം, അടിമാലി എന്നിവിടങ്ങളിൽ 36 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. ജില്ലയിൽ ഇന്ന് ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെട്ടത് കുമളിയിലും മൂന്നാറിലുമാണ്. ഇവിടങ്ങളിലും 31 ഡിഗ്രിയായിരുന്നു താപനില. തമിഴ്നാട്ടിലും ശക്തമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ജില്ലയുടെ അതിർത്തി പട്ടണമായ കമ്പത്ത് ഇന്ന് 41 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം മലയോര മേഖലകളിൽ അടക്കം ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.